ചെറിയ പാപങ്ങളെ അവഗണിക്കരുത്. എന്റെ ഭർത്താവിനോട് ഞാൻ വിശ്വസ്തത പുലർത്തിയിട്ടുള്ളതിനാലും വ്യഭിചാരം നടന്നിട്ടില്ലാത്തതിനാലും ഈ സന്ദേശം എനിക്കുള്ളതല്ല. അഭിനന്ദനങ്ങൾ. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. അവർ ചെറുപ്പക്കാരായിരിക്കാം. ഇത്തരം കാര്യങ്ങളിൽ എനിക്ക് ഒരിക്കലും പങ്കില്ലെന്ന് അവർ പറയുന്നു. ഈ സന്ദേശം എനിക്കുള്ളതല്ല. അഭിനന്ദനങ്ങൾ. നിങ്ങൾ അങ്ങനെ തന്നെ തുടരുക. എന്നാൽ നിങ്ങളുടെ ഏറ്റവും വലിയ പാപത്തിന് നിങ്ങൾക്ക് ക്ഷമ ലഭിക്കും, പക്ഷേ ദൈവവുമായുള്ള നിങ്ങളുടെ ഏറ്റവും ചെറിയ പാപത്തിന് നിങ്ങൾക്ക് ക്ഷമ ആവശ്യമാണ്. പാറ പോലെ നിങ്ങളുടെ പാപങ്ങൾ കുന്നുകൂട്ടിയിട്ടുണ്ടോ, അതോ നിങ്ങൾക്ക് 1, 2, 3 പാപങ്ങൾ മാത്രമുണ്ടോ എന്നത് പ്രശ്നമല്ല. ഒരിക്കലും ഒരു ബാങ്ക് കൊള്ളയടിച്ചിട്ടില്ല, ഒരിക്കലും കൊന്നിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾ ചില ചെറിയ പാപങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. നിങ്ങൾ ഒരു കാര്യം അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ചെറിയ പാപങ്ങൾക്ക് യേശുവിൽ നിന്ന് ക്ഷമ കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങളുടെ ചെറിയ പാപങ്ങൾ നിങ്ങളെ വഴിതെറ്റിക്കും. കാരണം ഒരു ചെറിയ പാപിയായാലും വലിയ പാപിയായാലും നമുക്കെല്ലാവർക്കും ഒരു രക്ഷകനെ ആവശ്യമുണ്ട്. നമുക്കെല്ലാവർക്കും ഒരു രക്ഷകനായ യേശുവിനെ ആവശ്യമുണ്ട്.